ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു യൂസേജിനെ കുറിച്ചാണ്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, ഫോണിലാവട്ടെ നേരിട്ടാവട്ടെ, ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മളെന്താ ചോദിക്കാറ്? നിങ്ങളിപ്പോൾ ബിസിയിലാണോ? നിങ്ങളിപ്പോൾ തിരക്കിലാണോ? എന്നിങ്ങനെ ചോദിക്കാറ്. ആർ യു ബിസി റൈറ്റ് നൗ അല്ലേ? ആർ യു ബിസി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു തിരക്കുള്ള ആളാണ്. നിങ്ങളിപ്പോൾ തിരക്കിലാണോ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ചോദിക്കേണ്ടത് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ബിസിയിലാണോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ആർ യു ബീയിങ് ബിസി റൈറ്റ് നൗ? ബീയിങ്, അതേക്കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത് കേട്ടോ. ആദ്യമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യാതൊരു കൺഫ്യൂഷനും വേണ്ട. ഈ ബീയിങ് എന്നുള്ള ഈ യൂസേജിന്, ഈ പറയുന്ന കാര്യത്തിന് ഒരുപാട് മീനിങ്ങുകളുണ്ട്. ഇത് പല സാഹചര്യത്തിലും നാം ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ മീനിങ്ങാണ് കിട്ടുക. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നമ്മുടെ സംസാരത്തിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. ബീയിങ് എന്നുള്ള യൂസേജ് നാം ഇന്ന് നോക്കുന്നത് അപ്പോഴുണ്ടാകുന്ന ഒരു സ്വഭാവ രീതി, അപ്പോഴുണ്ടാകുന്ന ആ ഒരു സ്വഭാവ രീതിയെ കുറിച്ച് പറയാനാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ മാനേജർ അവിടെ ബിസി ആണോ എന്താണെന്ന് അറിയണം ആ സമയത്ത്. അപ്പോൾ നമ്മുടെ കൊളീഗ്സിനോട് ചോദിക്കുകയാണ്, മാഡം ബിസിയിലാണോ? ചോദിക്കാറില്ലേ? ഈസ് ഷീ ബീയിങ് ബിസി എന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഈസ് ഷീ ബീയിങ് ബിസി വേണമെങ്കിൽ റൈറ്റ് നൗ ഒന്ന് കൂട്ടിക്കോളൂ. ഈസ് ഷീ ബീയിങ് ബിസി? അപ്പോൾ അവർ പറയും യെസ് ഷീ ഈസ് ബീയിങ് ബിസി. ഇന്ന് എന്തൊക്കെ ഒരു വർക്ക്സൊക്കെ കൂടുതൽ നടക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് തൽക്കാലം ഇപ്പോൾ ഈ സമയത്ത് അവൾ ബിസിയാണെന്ന് എങ്ങനെ പറയുക? യെസ് ഷീ ഈസ് ബീയിങ് ബിസി. എന്നിട്ട് നമ്മൾ ആ ക്യാബിനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, മാം ആർ യു ബിസി എന്ന് ചോദിക്കരുത്. മാം ആർ യു ബീയിങ് ബിസി എന്ന് ചോദിക്കണം. നിങ്ങൾ ഇപ്പോൾ തിരക്കിലാണോ? യെസ് ഐ ആം ബീയിങ് ബിസി. മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. സാധാരണ നമ്മുടെ കൊളീഗ് വരുമ്പോൾ അദ്ദേഹം നല്ല ആക്റ്റീവായി കുറേ തമാശകളൊക്കെ പറഞ്ഞ് ആൾ വളരെ ആക്റ്റീവാണ്. പക്ഷെ ഒരു ദിവസം വളരെ കാം ക്വയറ്റായിട്ടിരിക്കുന്നു, വളരെ മൗനമായിട്ടിരിക്കുന്നുണ്ട്. അയ്യോ, സാധാരണ പുള്ളി വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഇന്ന് എന്താ പറ്റിയത്? ഹീസ് ബീയിങ് ക്വയറ്റ്. അദ്ദേഹം ഇന്ന് വളരെ മൗനമായിട്ടിരിക്കുന്നല്ലോ. വേണമെങ്കിൽ ദിസ് മോർണിംഗോ ദിസ് ഈവനിങ് എന്നൊക്കെ വെക്കാം കേട്ടോ. ഹീസ് ബീയിങ് ക്വയറ്റ്. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വൈ ആർ യു ബീയിങ് ക്വയറ്റ്? സാധാരണ അവളൊരു പരുക്കൻ, ഒരു മുരടൻ സ്വഭാവമാണെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് റൂഡ് ടു ഹെർ കൊളീഗ്സ്. അവളുടെ സഹപ്രവർത്തകരോടൊക്കെ വളരെ പരുഷമായിട്ടാണ് പെരുമാറുന്നതെന്ന്. പക്ഷെ സാധാരണ അങ്ങനെയല്ല, അവൾ നല്ല ഒരു സ്വഭാവമുള്ള ആളാണ്. ഇന്ന് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ, ഷീ ഈസ് ബീയിങ് റൂഡ് ടു ഹെർ കൊളീഗ്സ്. ഷീ ഈസ് ബീയിങ് റൂഡ്. കണ്ടില്ലേ? ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞാൽ സാധാരണ അവളുടെ സ്വഭാവം എങ്ങനെയാണ്. പക്ഷേ ഷീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറഞ്ഞാൽ അവൾ ഈ സമയത്ത് അങ്ങനെ ആയിപ്പോയി, മറ്റെന്തോ കാരണം കാണും, അതാണ്. മറ്റൊന്ന് നോക്കൂ, ഹീസ് ബീയിങ് ഹെൽപ്ഫുൾ. എന്താണ് അതിൻ്റെ മീനിങ്? സാധാരണ അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളൊന്നുമല്ല, മറ്റവരെ ഹെൽപ്പ് ചെയ്യാനോ മറ്റുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ആരെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് പെരുമാറുന്നുണ്ട്. ഹീസ് ബീയിങ് ഹെൽപ്ഫുൾ. മനസ്സിലായോ? ഷീ ഈസ് ബീയിങ് നൈസ്. എന്താണ്? ഓ, അവൾ നല്ല നൈസാകുന്നുണ്ടല്ലോ, അതായത് നല്ലവളായിട്ട് ഇന്ന് പെരുമാറുന്നുണ്ടല്ലോ. ഷീ ഈസ് ബീയിങ് നൈസ്. ഷീ ഈസ് നൈസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഷീ ഈസ് നൈസ് എന്നാണ്. അവൾ ഓൾറെഡി അങ്ങനെ നല്ലൊരു ക്യാരക്ടറിന് ഉടമയാണ്. പക്ഷേ ഇന്നെന്താണ്? ഷീ ഈസ് ബീയിങ് നൈസ്. ഇന്ന് അവൾ നല്ലവളായി പെരുമാറുന്നു. ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ ചില പിള്ളേരൊക്കെ കണ്ടാൽ ചോദിക്കില്ലേ, ഓ വികൃതി ചെക്കനാണല്ലോ, എന്താ ഒരു വികൃതി നമ്മൾ പറയാറില്ലേ? ഹീസ് നോട്ടി. ഇവൻ വളരെ വികൃതിയാണല്ലോ, ഹീസ് നോട്ടി. അപ്പോൾ നമ്മൾ പറയാം അല്ലല്ല, ഇന്ന് അവന് അങ്ങനെ അത്ര വികൃതി ഒന്നുമില്ല, അവൻ നല്ല കുട്ടിയാണ്. പക്ഷേ ഹീസ് ബീയിങ് നോട്ടി. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് അവൻ കുറച്ചൊരു വികൃതി തരണ്ട്. ഹീസ് ബീയിങ് നോട്ടി. ചില ആളുകളോട് എന്ത് പറഞ്ഞാലും വളരെ പിടിവാശിക്കാരായിരിക്കും, എങ്ങനെ പറഞ്ഞാലും വിട്ടുതരില്ല. ഹീസ് സ്റ്റബൺ എന്ന് പറയാം. ഓ അവൻ പിടിവാശിക്കാരൻ. നേരെ മറിച്ച് അദ്ദേഹത്തിന് പിടിവാശിയൊന്നുമില്ല, നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്നെന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയും, നോ 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 ഹീസ് ബീയിങ് സ്റ്റബൺ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം നോക്കിയത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു യൂസേജിനെ വളരെ ഈസി ആയിട്ട് എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതാണ്. ഈസ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ അവൻ ഓൾറെഡി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളാണ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. എന്നാൽ നേരെ മറിച്ച് ഹീസ് ബീയിങ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളൊന്നുമല്ല ആൾ.
പക്ഷേ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് അദ്ദേഹം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബീയിങ് എന്ന് പറഞ്ഞാൽ ബീയിങ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് സംവൺസ് ബിഹേവിയർ അറ്റ് മോമെൻറ്റ് ഓഫ് സ്പീക്കിംഗ് എന്നുള്ളതാണ്. അപ്പോഴുണ്ടാകുന്ന ഒരു സ്വഭാവ രീതിയെക്കുറിച്ച് പറയാനാണ് ബീയിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം അബ്ദുൾ റസാഖ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ. Let's meet on next video. Thank you.